നേരത്തെ വെച്ച് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചത് അതെന്ത് ചെയ്യാം, നിലത്ത് കിടത്തിയിട്ട് പോലെ ഇതുപോലെ കിടത്തിയിട്ട് എന്ത് ചെയ്യണം? മേളെ നിലത്തിയാക്കി നമ്മൾ പൾസ് നോക്കണ്ടേ? പൾസ് നോക്കാം. എങ്ങനെ പൾസ് നോക്കും? കയ്യിലെ പൾസ് നോക്കും. ഈ കയ്യിലെ പൾസിന്റെ പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ തന്നെ എനിക്ക് കിട്ടുന്നില്ല. വളരെ വെപ്രാളത്തിന്റെ സമയത്താണെങ്കിൽ ഇതിനേക്കാളും വലിയ പൾസ് കേട്ടിട്ടാവുക. തീരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. പൾസ് സാധിക്കും. അതിനെന്താ പൾസ് നോക്കുന്നത്? ഏത് പൾസ് നോക്കും? കരോട്ടിക് പൾസ്. ഇവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ കറക്റ്റ് നമ്മൾ 2 വിരൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് കിട്ടും. കുറേ വിരൽ ഉപയോഗിക്കരുത്, 2 വിരൽ മാത്രമേ ഉപയോഗിക്കാം. ഇവിടെ വലിച്ച് മെല്ലെ വലിച്ച് ഇവിടെ ലോക്കാവും. ഇവിടെ കുഴിയില്ലേ, ഇവിടെ കുഴി കിട്ടുന്നില്ലേ? ആ കുഴിയിൽ മെല്ലെ താഴ്ത്തി നോക്കി കഴിഞ്ഞാൽ ഒന്ന് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൾസ് കിട്ടും. പിന്നെ കരോട്ടിക് പൾസ്. എന്താ അറിയാത്? ഏത് പൾസ് അറിയാം? ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന വെയിനാണ് ഇവിടെ ഉള്ളത്. വലിയ വെയിനാണ്. നമുക്ക് 2 വിരൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചാലും കിട്ടൂല. മനസ്സിലാണ്, തിരിച്ചറിയാൻ പറ്റില്ല. 2 വിരൽ മാത്രം ഉപയോഗിക്കുക. ടച്ച് ചെയ്യാതെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ നോക്കും. കിട്ടില്ല? ഓക്കെ. ഇപ്പോൾ ഹൃദയം യഥാർത്ഥത്തിൽ സ്റ്റോപ്പായെങ്കിൽ നമ്മളിത് ആർക്ക് വേണ്ടി, യഥാർത്ഥത്തിൽ ഹൃദയം പ്രവർത്തിപ്പിക്കുന്നത് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിത് CPR ചെയ്യുന്നത്. നമ്മളെന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നറിയോ? യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം സ്റ്റോപ്പായപ്പാട് ഞാൻ ഫിസിക്കൽ ഡെത്ത് സംഭവിച്ചു പറഞ്ഞില്ലേ? പിന്നെന്താ സംഭവിക്കല്? ഒരു മരണം സംഭവിച്ചു പറഞ്ഞില്ലേ? പൾസില്ലാതെ എന്തായി? മരണം സംഭവിച്ചു. പിന്നെന്താണ് പിന്നെ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിൽ ഓരോ കോശങ്ങളും ഓരോ തലച്ചോറിൽ ഓരോ കോശങ്ങളും സാധിക്കും. ഓരോ കോശങ്ങൾ നശിക്കുന്നതനുസരിച്ച് എന്താവും? നമ്മൾ പൂർണ്ണമായും ബയോളജിക്കൽ ഡെത്ത് എന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ സ്ട്രോക്കെല്ലാം ആയിക്കഴിഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്താണ്? തലച്ചോറിൻ്റെ ആ ഭാഗത്തുള്ള കോശങ്ങൾ നശിച്ചുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റാത്തതാണ് ഈ കോശങ്ങൾ നശിച്ചാൽ സംഭവം. ഇപ്പോൾ തലച്ചോറിലേക്ക് ഓക്സിജൻ്റെ ബ്ലഡ് ഇല്ലെങ്കിൽ തലച്ചോറിൽ ഓരോ കോശങ്ങളും മരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തലച്ചോറ് സ്റ്റോപ്പായതുകൊണ്ട് തന്നെ എന്തായി? ഹൃദയം പ്രവർത്തിക്കാതെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൃദയത്തെ കൃത്രിമമായിട്ട് എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തിട്ട് ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് എവിടത്തേക്ക് പമ്പ് ചെയ്യുന്നു? തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുന്നു. തലച്ചോറിൽ ആവശ്യമുള്ള ഓക്സിജനുള്ള ബ്ലഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്ത ശേഷം തലച്ചോറിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുന്നു. പിന്നെ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായി തലച്ചോറ് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? അത് നോക്കും. പറഞ്ഞു. ഓക്കെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സീൻ സെറ്റ് നോക്കിയതിന് ശേഷം അതിന് റെസ്പോൺസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. റെസ്പോൺസ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? വിളിച്ചു നോക്കാം. ആളുടെ പേര് അറിയണമെങ്കിൽ നമുക്ക് വിളിച്ചു നോക്കാം. പക്ഷെ നമ്മൾ കുഴഞ്ഞു വീണ ഒരാൾ ഇല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ പേര് വിളിച്ചാൽ അറിയണമെന്നുണ്ടോ? ഇല്ല. അയാളെ തട്ടി വിളിച്ചു നോക്കാം. അതിന് ഏറ്റവും സേഫായ ഭാഗം എനിക്ക് ഇങ്ങനെ തട്ടുന്നതാണ്. ഈ ഷോൾഡർ ചേട്ടാ ഹലോ തട്ടുമ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. തട്ടി വിളിച്ചിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ. ഈ തട്ടി വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്ക്രീൻ സേഫ്റ്റി നോക്കണം. അയാൾ എന്ത് അപകടം മൂലമാണ് ഈ അവസ്ഥയിലായത് എന്നുള്ളത് നോക്കണം. പിന്നെ ഈ അവസ്ഥയിലായി ഇയാൾ കിടക്കുന്നത്, നിങ്ങൾ ഇയാളെ മാറ്റി വെച്ചു. അത് ഒരു റോഡിലാണ് ഇയാൾ വീണ് കിടക്കുന്നതെങ്കിൽ റോഡിൻ്റെ നടുവിൽ വെച്ചിട്ടല്ല നമ്മൾ CPR കൊടുക്കുക. അതിന് സേഫ് ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തും. അതിന് പുറമെ നിങ്ങളുടെ സേഫ്റ്റി ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ. നിങ്ങളുടെ സേഫ്റ്റി ആദ്യം ഉറപ്പുവരുത്തണം. അതിനുശേഷം ഇയാൾക്ക് റെസ്പോണ്ട് ഉണ്ടോ നോക്കണം. റെസ്പോണ്ട് ഇല്ലാതെ കാണുമ്പോൾ നമുക്ക് പൾസ് നോക്കാം. പൾസ് നോക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ 2 വരുന്നത് ഇങ്ങനെ കഴിക്കുന്ന വെച്ച് നിങ്ങൾ ഒരു സെക്കൻഡ് ഇതിൽ ശരീരം നോക്കുക. അത് ശരീരം നോക്കുന്നത് ഈ ആൾ ശ്വാസം എടുക്കുകയാണെങ്കിൽ, അതായത് ശ്വാസം എടുക്കുകയാണെങ്കിൽ വിശ്വാസമായി എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കവിളിൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയതായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ വയറിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുന്നത് നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ വയറൊരല്പം ഒന്നും താഴുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾക്ക് അറിയാനും പറ്റും. ഓക്കെ. ആ റെസ്പോണ്ട് എല്ലാം അത് ചെക്ക് ചെയ്തതിന് ശേഷം ഇയാൾക്ക് ഒന്നുമില്ല, പൾസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എത്രയും CPR കൊടുക്കാൻ തുടങ്ങും. ഓക്കെ. CPR
CPR കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആൾക്ക് ഛർദിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മൾ CPR കൊടുക്കുന്ന ഹൃദയത്തിൻ്റെ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് അത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഏതെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും CPR എന്നുള്ള പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ നെഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഒരു സ്റ്റേണം എന്ന് പറയും. ഈ സ്റ്റേണം ഈ ലാസ്റ്റ് ഈ ഭാഗത്തുനിന്ന് 2 വിരൽ വെച്ചതിന് ശേഷം ഒരു വിരൽ കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സെൻറ്റർ പോയിന്റ് കിട്ടും. നിപ്പിൾ ടു നിപ്പിൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിലെവിടെയാണോ ആ 2 ലൈൻ കൂട്ടിമുട്ടുന്നത് അതാണ് നമ്മൾ ആ ഭാഗത്താണ് CPR കൊടുക്കേണ്ടത്. ഓക്കെ, CPR കൊടുക്കുന്നതിന് നമ്മൾ കൈ വയ്ക്കുന്നതിന് ഒരു പൊസിഷൻ ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും പവർ ഹാൻഡ് ഏറ്റവും താഴെ, അതിനുശേഷം ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വയ്ക്കും. ഓക്കെ, നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കൈമുട്ട് വളയരുത്. നമ്മുടെ ബോഡി സ്ട്രൈറ്റ് ആയിരിക്കും. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ 30 കംപ്രഷനും 2 റെസ്ക്യൂ ബ്രീത്തുകളും കൊടുക്കാറ്. ഓക്കെ, ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം നിങ്ങൾക്ക് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണമെന്നുള്ളത് നിർബന്ധമില്ല. ചെസ്റ്റ് കംപ്രഷൻ മാത്രം മതിയാവും. ഓക്കെ, നിങ്ങൾക്ക് ബ്രീത്തിങ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല, ഓപ്ഷൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ് അറിയാനുണ്ട്, നിങ്ങൾ മിനിമം എന്ത് ചെയ്യുക, മിനിമം കംപ്രഷനും കൊടുക്കുക. അതായത് അയാൾ കുഴഞ്ഞ വീഴുന്ന ഉടനെ അയാളുടെ ശരീരത്തിൽ നിന്നുണ്ടാവും അത്യാവശ്യം വേണ്ട വായു, ഓക്സിജൻ അയാളുടെ ശരീരത്തിലുണ്ടാവും. അത് ഉപയോഗിച്ച് നമുക്ക് ആ സമയത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ്. മുമ്പ് നമ്മൾ ആദ്യം ബ്രീത്തിങ് കൊടുത്തുകൊണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ്, ആദ്യം കംപ്രഷൻ ആവുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് മാറി, ഗവേഷണം നടത്തിയ സ്റ്റാൻഡേർഡ് മാറി. നമ്മൾ ആദ്യം ഇപ്പോൾ എന്തായിരുന്നത് കംപ്രഷൻ, മുമ്പ് ബ്രീത്തിങ് കൊടുത്ത് കംപ്രഷൻ കൊടുത്ത ശേഷമാണ് കൊടുത്തുകൊണ്ടായി. ഇപ്പോൾ കംപ്രഷൻ കൊടുത്ത ശേഷമാണ് നമ്മൾ ബ്രീത്തിങ് കൊടുക്കുന്നത്. ബ്രീത്തിങ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളെ നിങ്ങൾ കർച്ചീഫൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ കൊടുക്കാം. കർച്ചീഫ് ഉപയോഗിച്ച് കൊടുക്കാം, മൂക്ക് കർച്ചീഫ് ഉപയോഗിച്ചോ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല ബ്രീത്തിങ്. ഓക്കെ, വേണ്ടാതല്ല പറഞ്ഞത്, നിങ്ങൾ ഒന്നും പറ്റുന്നില്ലെങ്കിൽ മിനിമം കംപ്രഷൻ എങ്കിലും കൊടുക്കും. ഓക്കെ, ചെസ്റ്റ് കംപ്രഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പൊസിഷൻ കണ്ടെത്തി വെച്ച്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അതായത് 15 കംപ്രഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് 30 കംപ്രഷനിലേക്ക് പോവാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ബ്രീത്തിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് ഈ മൂക്ക് ക്ലിയറായി ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഈ നെക്കൊന്ന് ടിൽറ്റ് ചെയ്യുക, ഈ ചിന്നൊന്ന് പൊക്കി വെച്ചതിന് ശേഷം നമ്മളുടെ വായ പൂർണ്ണമായും ഇവിടെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ബ്രീത്ത് കൊടുക്കുക, പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് കൊടുക്കുക. പിന്നെ ഈ ചെസ്റ്റ് കംപ്രഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൽ ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും താഴണം എന്നാണ് പറയാറ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഒരാൾ വന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരാളെ സേഫായ സ്ഥലത്ത് കിടത്തി ശേഷം എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്തു, അതിന് മുമ്പ് ആംബുലൻസ് സംവിധാനം വിളിച്ചു. അതിനുശേഷം അയാൾ റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് ഹലോ ഒന്ന് വിളിക്കുക. അപ്പോൾ എന്തെങ്കിലും ഞെരുക്കുണ്ടാവും, ഞെരുക്കില്ല. ഞെരുക്കില്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പൾസ് ഉണ്ടോ നോക്കണം. ഇങ്ങനെ നോക്കുക. ചെസ്റ്റ് പൊങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ വായു ഏറെ സെൻസ് ചെയ്യുന്നുണ്ടോ, പൾസ് ഉണ്ടോ എന്ന് നോക്കുക. പൾസ് ഇല്ല, പൾസ് ഒന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഉണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ CPR കൊടുക്കാൻ പോകണ്ട, അതായത് റിപ്ലൈഡ് CPR കൊടുക്കാൻ പോകണ്ട. അതായത് പൾസ് ഇല്ലെങ്കിൽ നമുക്ക് CPR കൊടുക്കാം. അങ്ങനെ പറഞ്ഞത് കൈ ഇതുപോലെ പിടിക്കുക, സെൻറ്ററിൽ പറഞ്ഞ് സ്ഥലം പറഞ്ഞു സെൻറ്ററിൽ വരും. നമ്മുടെ ഈ സെൻറ്ററിൽ ഇവിടെ ക്രോസ് ചെയ്ത് ഈ ലൈൻ കിട്ടും, ഇവിടെ വെക്കുക. ഇതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പൊസിഷൻ. ജസ്റ്റ് ലെഫ്റ്റ് അലൈൻഡ് നീണ്ടു, അതിൻ്റെ സെൻറ്റർ പൊസിഷനിലാണ് ഹൃദയം ഉണ്ടാവുക. ഇവിടെ പിടിക്കുക, കൈ ഇങ്ങനെ മടക്കരുത്. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ വാരിയെല്ലാം കൂടി താത്തിയിട്ടാണ് നമ്മൾ CPR ഹൃദയം കൃത്യമായി പ്രവർത്തിക്കുന്നത്. ഇതുപോലെ പിടിക്കുക. അതിനുശേഷം നമ്മുടെ ബോഡി ഇങ്ങനെ വെയിറ്റ് ആക്കുക, ബോഡി വെയിറ്റും കൂടി വരിക. ഒരു സെക്കൻഡിൽ ഏകദേശം 2 പ്രാവശ്യം വന്നതേ. 1
2 ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്താവും? ബ്ലഡ് പമ്പ് ചെയ്ത് തലച്ചോറിൽ എത്തണം. അപ്പോൾ നിങ്ങൾ തിരിച്ച് വണ്ണടിച്ച് നിങ്ങൾ റീസ് ചെയ്യുന്നത് ചെയ്യും? ബ്ലഡ് തിരിച്ചിങ്ങോട്ട് വരും. ഹൃദയത്തിലെ ബ്ലഡ് ഒന്ന് തിരിച്ചിങ്ങോട്ട് വരും. മുകളിലേക്ക് എത്തണം. പിന്നെ നമ്മൾ ഒരു സെക്കൻഡ് ഏകദേശം 2 പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. 30 കംപ്രഷൻ കൊടുക്കും. കുറച്ച് കംപ്രഷൻ കൊടുത്ത ശേഷം എന്ത് ചെയ്യണം? 2 തല മെല്ലെ പൊക്കുക, മൂക്ക് പൊത്തി പിടിക്കുക, 2 പ്രാവശ്യം റെസ്ക്യൂ ഇട്ടിട്ട് കൊടുക്കുക. ആ ഉള്ളിലേക്ക് വലിച്ചിട്ട് 2 പ്രാവശ്യം ഊതി കൊടുക്കുക. ഒരു പ്രാവശ്യം ഊതി റെസ്റ്റ് എടുത്ത് വീണ്ടും ഊതി കൊടുക്കുക. വീണ്ടും ഇത് 30 കംപ്രഷൻ കൊടുക്കുക. വീണ്ടും 2 ബ്രീത്തിങ് കൊടുക്കുക. വീണ്ടും 30 കംപ്രഷൻ കൊടുക്കുക. വീണ്ടും 2 ബ്രീത്തിങ് കൊടുക്കുക. എന്ത് ചെയ്യുക? വീണ്ടും അയാൾക്ക് ആ ഒരു സൈക്കിളായില്ല 3 പ്രാവശ്യം കൊടുത്ത ശേഷം നമ്മൾ അയാൾക്ക് മനസ്സിനോട് വീണ്ടും നോക്കുക ഏതൊക്കെ രീതിയിൽ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടോ നോക്കിയ ശേഷം ഹൃദയം ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നത് വരെ, ഹൃദയം എടുത്ത് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരെ ഇത് ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരെ, ഏതെങ്കിലും റെസ്പോൺസ് ചെയ്യുന്നത് വരെ, ഹോസ്പിറ്റലിൽ വരെ. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരാൾ വീണ്ടും പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോകരുത്. എന്നാൽ വീട്ടിലായിരിക്കാം, ക്ലാസ്സിലായിരിക്കും, ആരെങ്കിലായിരിക്കും ഒന്നും ഉപേക്ഷിച്ച് പോകരുത്. മിനിമം ജസ്റ്റ് കംപ്രഷനെങ്കിലും കൊടുക്കും. ഓക്കെ, ഒരാൾ വന്ന് ചെയ്ത് കാണിക്കും. ഏതെങ്കിലും ജസ്റ്റ് ഇപ്പോൾ ചെയ്ത് കാണിക്കും. കണ്ടില്ലേ? സമയം കണ്ടോ? അപ്പോൾ കേട്ടെന്ന് മനസ്സിലായാൽ നമുക്ക് പറയണ്ടേ? അതെന്ത് ചെയ്യുക? അതട്ട് നോക്കുക, അതിൻ്റെ മുട്ട് കൂട്ടി നിൽക്കുക, ആദ്യം മുട്ട് കൂട്ടി അത് കീഴ് നോക്കണം. കീഴിലേക്ക് നോക്കിയിട്ട് പൾസുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കൈ പിടിച്ചാൽ എങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. 2 വെള്ളം മാറി അപ്പുറത്ത് പിടിച്ചാലും മതി. പൾസുണ്ടോ? നമുക്ക് ഹൃദയം തല എത്തി കഴിഞ്ഞാൽ നമുക്ക് ഹൃദയം പൊങ്ങുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. എല്ലാം നമുക്ക് ഒന്നിച്ച് അതിനുശേഷം എന്ത് ചെയ്യുക? ഇല്ല, എല്ലാം ശ്രദ്ധിച്ച് കാണണ്ട. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ജീവിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യരാണ് വെരി ഇമ്പോർട്ടൻ്റ്. ആർക്കും പറ്റും. ആ സമയത്ത് ചെയ്യുന്നില്ല. ഈ പോയിന്റ് ഈ കൈ വരണം. ഫോൾഡ് ചെയ്താൽ നമുക്ക് അത്രയും പവർ ഇല്ല. കാരണം ഫോൾഡ് ചെയ്താൽ കണ്ണിലേക്ക് ബോഡി ഓക്കെ, റെഡി. അത് തന്നെ കൈ കണക്കരുത്, ബോഡി കൂടി വെയിറ്റ് മുകളിലേക്ക് വരാം. ഇത് മുട്ട് വളർത്തരുത്. നല്ല ചെയ്യണം. 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് കൊടുക്കുക. 2 റെസ്ക്യൂ ബ്രീത്ത്. മൂക്ക് കൊടുക്കുക, മൂക്ക് കൊത്തി പിടിക്കുക, കൊത്തി പിടിക്കുക. ആക്ഷൻ കാണിച്ചാൽ ആ 2 പ്രാവശ്യം ഊതിക്കൊടുക്കും. 2 പ്രാവശ്യം ഊതിക്കൊടുക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ കുറച്ചെങ്കിലും ചെയ്താൽ നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൃദയാഘാതത്തിന് പുറമെ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് പറ്റുന്ന ഒരാളെ നമ്മൾ എന്ത് പഠിച്ചിട്ടും എന്ത് ചെയ്തിട്ടും കാര്യം നമ്മുടെ മുമ്പിൽ ഒരാളെ ജീവൻ നഷ്ടപ്പെടാവുന്നത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ വളരെ മോശം. അതുകൊണ്ടാണ് ഇത് കൃത്യം നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു അപകടത്തിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരാളെ ജീവൻ നഷ്ടപ്പെടുത്തും. CPR ഇത് 30 കംപ്രഷനാണ് മുഴുവൻ. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 15 കംപ്രഷനാണ് കൊടുക്കുന്നത്. ചെറിയ ഇൻഫൻസ് ആണെങ്കിലോ, ചെറിയ കുട്ടികൾക്കാണെങ്കിലോ, അതായത് 1 വയസ്സ് താഴെ കുട്ടികൾക്കാണെങ്കിലോ നമുക്ക് 2 വിരൽ ഉപയോഗിക്കും. അങ്ങനെ ഈ സാധിച്ചൊന്നും കുട്ടിയെ താങ്ങാൻ പറ്റില്ല. 2 വിരൽ ഉപയോഗിക്കുക. വിരൽ ഉപയോഗിച്ച് കംപ്രഷൻ കൊടുക്കുക, 5 കംപ്രഷൻ കൊടുക്കുക. നമുക്ക് മറ്റതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് മൂക്ക് ഊതരുത്. ഊതി കഴിഞ്ഞാൽ കുട്ടിയുടെ ലങ്സ് ചെറുതാണ്, അത് കത്തിന് താങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്യുക? മൂക്ക് കൂത്തിയിട്ട് പുറത്തുനിന്ന് മല്ലേ ഊതി കൊടുക്കാം. വായ തുറന്നിട്ട് ഊതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വായു ശ്വാസം കിട്ടും. കുട്ടികളെ കുറച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താനും വളരെ സാധ്യതയുള്ള സംഭവം. എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളില്ല? CPR എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?
ഊതുന്നോണ്ട് കാര്യമുണ്ടോ? ഊതിക്കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടുമോ? ഇല്ലേ? എന്തുകൊണ്ടാന്ന് കിട്ടുക പറയാൻ കാരണം എന്താ? നമ്മൾ പണ്ട് പഠിച്ചിട്ട് എന്താണ്? അന്തരീക്ഷ വായുവാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. നമ്മൾ ശ്വാസോച്ഛ്വാസം പ്രത്യേകിച്ച് ആവശ്യം ഓക്സിജനാണ്. നമ്മൾ ഈ വലിച്ച സാധനം എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആക്കിയിട്ട് പുറത്തേക്ക് തള്ളുകയല്ല ചെയ്യുന്നത്. പുറത്തേക്ക് തള്ളുന്നത് അതിൽ കുറച്ച് മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്നുള്ളൂ. ബാക്കി 16% എന്താ പുറത്ത് വരുന്നത്? 16% ഓക്സിജൻ തന്നെ. 20% ഓക്സിജൻ ഉള്ളത്. തിരിച്ച് പുറത്ത് കളുമ്പോൾ ഏകദേശം 16-17% എന്താണ്? ഓക്സിജൻ തന്നെയാണ് പുറത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ഊതുന്ന സമയത്ത് 2 പ്രാവശ്യം ഊതുമ്പോൾ ആവശ്യമായ ഓക്സിജനും കൂടി അതിലുണ്ട്. ഓക്കെ, നമുക്ക് ഓക്സിജൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് മനസ്സിലായില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരാളെ ഉപേക്ഷിച്ച് പോകരുത്.